പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയിലെ അർജുന വിഷാദമെന്ന പ്രഥമ അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകമാകുന്നു. ഇവിടെയും യുദ്ധ വിഷയങ്ങൾ സഞ്ജയൻ വിവരിക്കുകയാണ് അന്ധനായ ധൃതരാഷ്ട്രരോട്. ഭീഷ്മർ അദ്ദേഹത്തിൻ്റെ ശംഖ് മുഴക്കിയപ്പോൾ കൗരവപക്ഷത്തുള്ള എല്ലാവരും ചേർന്ന് അവരുടെ വാദ്യഘോഷങ്ങളോടുകൂടി ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. ഇനി ഇവിടെ പാണ്ഡവപക്ഷത്തു നിന്നും ആദ്യ പ്രതികരണമാണ്. കൗരവപക്ഷത്തുള്ളവരുടെ ശംഖുവിളികളും ആ ഘോര ശബ്ദങ്ങൾക്കും മറുപടിയായി പാണ്ഡവ പക്ഷത്തു നിന്നും ഇതിന് മറുപടി എന്നോളം അവരുടെ വാദ്യോപകരണങ്ങളും മുഴക്കുന്നതാണ് അടുത്ത ശ്ലോകങ്ങളിൽ നാം വർണ്ണിക്കുന്നത്. തതശ്വേതേർഹയേർയുക്തേ മഹദിസ്യന്തനെ സ്ഥിതൗ മാധവ പാണ്ഡവൈശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രധത്മധുഃ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. തതഃ ശ്വേതൈഹി ഹയൈഹി യുക്തേ മഹദി സ്യന്തനെ സ്ഥിതൗ മാധവഃ പാണ്ഡവഃ ച ഏവ ദിവ്യൗ ശംഖൗ പ്രധത്മധുഃ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. തത ശ്വേതൈഹി ഹയൈഹി യുക്തേ മഹദി സ്യന്തനെ സ്ഥിതൗ മാധവഃ പാണ്ഡവഃ ച ഏവ ദിവ്യശംഖൗ പ്രധത്മധുഃ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. കൗരവ പക്ഷത്തു നിന്നുമുള്ള യുദ്ധകാഹളത്തിന് മറുപടി എന്നോളം പാണ്ഡവ പക്ഷത്തു നിന്നും ഉടൻ തന്നെ വെളുത്ത കുതിരകളെ കെട്ടിയ വലിയ രഥത്തിലിരുന്നു കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും തങ്ങളുടെ ദിവ്യങ്ങളായ ശംഖുകളെ ഉച്ചത്തിൽ വിളിച്ചു. നമസ്തേ.